എന്തിനാണ് ഈ ലൈംഗികമായ താല്പര്യം വരുന്നത്? ഈ ലൈംഗികത ഒരു ആനന്ദമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? ഇണയെ ആകർഷിക്കാൻ. എന്തിനാണ് ഇണയെ ആകർഷിക്കുന്നത്? ഈ സ്പീഷീസ് നിലനിൽക്കാൻ, മനുഷ്യവർഗം നിലനിൽക്കണം, മറ്റു ജന്തുക്കളുടെ വർഗങ്ങളും നിലനിൽക്കണം. അപ്പൊ ആത്യന്തികമായ ഒരു വൃത്തികെട്ട പരിപാടിയാണത്, അത് തർക്കൊന്നുമില്ല. എന്നിട്ടും എന്തിനാണ് അതിന് പ്രത്യേകമായ ആകർഷണം കൊടുക്കുന്നത്? പ്രസവത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തൊരു വേദന സഹിക്കേണ്ട കാര്യമാണത്. സ്ത്രീകൾ ആരെങ്കിലും ഈ ലൈംഗിക ബന്ധം ഇത്രമേൽ ആനന്ദകരമല്ലെങ്കിൽ ഈ പ്രസവം എന്ന് പറയുന്ന അതിന്റെ അനുബന്ധത്തിന് തയ്യാറാവുമോ? അതുകൊണ്ട് തന്നെ സെക്സ് ഏറ്റവും കൂടുതൽ ആർക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന ചില പഠനങ്ങളുണ്ട്. പുരുഷനേക്കാൾ ഇരട്ടിക്കപ്പുറം സ്ത്രീക്കെന്നാണ് അതിന്റെ മറുപടി. ഒരേ സെക്സിൽ തന്നെ വ്യത്യസ്തമായ ഓർഗാസം അനുഭവിക്കാൻ സ്ത്രീക്ക് മാത്രം സാധ്യം. പുരുഷൻ ഒരൊറ്റ പ്രാവശ്യം അത് സംഭവിക്കുന്നതോടുകൂടെ പിന്നെ സെക്സ് അസാധ്യമാകും. എന്തിനാ ഇത്? സെക്സിന്റെ അനുബന്ധമായ ഗർഭധാരണം, പ്രസവം, കുഞ്ഞുങ്ങളെ പോറ്റൽ, ഇതൊക്കെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. സ്വാഭാവികമായും സെക്സ് അനുഭവം, അതിൻ്റെ പ്രത്യേകമായ ആനന്ദം അവർക്ക് കൂടുതൽ ലഭ്യമാവണമെന്ന് ഇവർ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രകൃതിയിലേക്ക് എല്ലാം ഏൽപ്പിച്ചാൽ പ്രകൃതി സംവിധാനിച്ചു, തീരുമാനിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ പെണ്ണ് ആണും അവളുടെ സൗന്ദര്യം, അവന്റെ സൗന്ദര്യം ആർക്കാണ് പ്രകടിപ്പിക്കേണ്ടത്? തീർച്ചയായും തന്നെ ഇണയ്ക്ക്. അവിടെ പിന്നെ പരിധികളില്ല, വിലക്കുകളില്ല. വൃത്തികേടെന്ന് മതം പഠിപ്പിച്ച ചില സംഗതികൾ ഒഴിച്ചാൽ മറ്റുള്ളതൊക്കെ അവർക്ക് പരസ്പരം അനുവദനീയമാണ്. ഈ സംഗതി എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീജനങ്ങളെ കാമക്കഴുകന്മാരുടെ മുന്നിൽ അടിമകളായി എറിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഇസ്ലാം സമ്മതിക്കണില്ല.